VS രഞ്ജിത്ത് ഒലവക്കോട് ഭാഗത്ത് നിന്ന് ഇപ്പോൾ എവിടെത്തി? ഒലവക്കോട് ഭാഗത്ത് ഇപ്പോൾ ഞാൻ UDFന്റെ ക്യാമ്പിലാണ്. അവിടെ ഒലവക്കോട് നിന്ന് ഇങ്ങോട്ട് ഈ സ്റ്റേഡിയത്തിന്റെ ജംഗ്ഷനിലേക്ക് എത്തുന്ന ആൾക്കൂട്ടത്തെ കാത്തിരിക്കുന്ന UDFകാരാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ ഷാഫി പറമ്പിലൊക്കെ ഈ പ്രചാരണത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആൾക്കൂട്ടത്തെ കാട്ടി എതിർപക്ഷത്തെ പേടിപ്പിക്കുക എന്ന് പറയുന്നത് ഷാഫിയുടെ നയമാണ്. കാരണം വടകരയിൽ ഷാഫി വന്നിറങ്ങുമ്പോൾ വലിയൊരു ആൾക്കൂട്ടത്തെ കാട്ടി വടകരയെ ഒന്ന് പേടിപ്പിച്ചതാണ്. അതേപോലെ തന്നെ ഷാഫിയുടെ റോഡ് ഷോ ഒക്കെ അങ്ങനെയാണ്. അതുപോലെ കലാശക്കൊട്ടിൽ ആ ഒരു മാസ് കാട്ടി പേടിപ്പിക്കാൻ വേണ്ടി വലിയ ആൾക്കൂട്ടത്തെ ഒരുക്കുക എന്നുള്ളത് ഷാഫിയുടെ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൽപ്പെട്ടതാണ്. ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കൂട്ടം പല ഭാഗത്ത് വന്ന ആൾക്കാരാണ് അല്ലേ? ചെങ്ങന്നൂർ, എറണാകുളം, കൊച്ചി, കച്ചേരി, തിരുവല്ല, ചെങ്ങന്നൂർ, മലപ്പുറം, വടകര, മലപ്പുറം, വർക്കല, പുതുനഗരത്ത് തന്നെ മുക്കത്തിന്റെ പിറവം, ചേലക്കര. കേരളത്തിന്റെ പല ഭാഗത്തുള്ള ആൾക്കാരുടെ പേര് സപ്പോർട്ട് കൊടുത്തിട്ട് ബാക്കി പിന്നെ ഇവിടെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇവനെ ജയിപ്പിച്ച് ഇനിയിപ്പോ രാഹുലിനെ പിന്തുണയ്ക്കാൻ ഞങ്ങള് എറണാകുളത്ത് നിന്നാണ് വരുന്നത്. ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ റെക്കോർഡ് വിജയത്തിനായിട്ട് സതീഷിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സതീഷിനൊപ്പം മാത്രമല്ല കെ സുധാകരനും KC വേണുഗോപാലും സോണിയാഗാന്ധി എല്ലാവരും ഈ കാണുന്ന ആൾക്കൂട്ടമൊക്കെ കാത്തിരിക്കുന്നത് സ്ഥാനാർത്ഥി ഇങ്ങോട്ട് എത്താൻ വേണ്ടിയാണ്. സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ അവസാനിക്കുന്ന ക്യാമ്പിലാണ് ഞാനുള്ളത്. ഇവിടെ ഇപ്പോൾ തന്നെ നേതാക്കന്മാരുടെ വലിയ സമൃദ്ധമായ ഒരു നിരയുണ്ട്. അതോടൊപ്പം വലിയ ആൾക്കൂട്ടം പ്രവർത്തകരായിട്ടുമുണ്ട്. ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഷാഫി പറമ്പിലിനൊപ്പമുള്ള വലിയ വാഹനജാഥയ്ക്കൊപ്പം അല്ലമീൻ ഇങ്ങോട്ട്